ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വരവ് ലെജൻഡറി ഡയറക്ടർ ഷാജി കൈലാസ്. ഷാജിയണ്ണ വണക്കം. ഷാജിയണ്ണൻ ഡയറക്ഷൻ ചെയ്യുന്ന അടുത്ത ബോംബ് ആവാതിരിക്കട്ടെ വരവ് എൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഇന്ന് അത് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോട്ട് ഷെയർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ ട്രെയിലർ കണ്ടിട്ട് എന്തോന്നോ എനിക്ക് തോന്നിയത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വരവിൻ്റെ ഡയറക്ടർ ലെജൻഡറി ഡയറക്ടർ ഷാജി കൈലാസ്, റൈറ്റർ സജനാണ്, AK സജൻ. പിന്നെ മ്യൂസിക് എന്തോ ഗുണ ബാലകൃഷ്ണൻ, അങ്ങനെ കുറേ പോകുന്നുണ്ട്. അർജുൻ അശോകനുണ്ട്, മുരളി ഗോപി, അങ്ങനെ ജോജു ജോർജ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. ഇവരെല്ലാം കൂടി വെച്ച് തട്ടിക്കൂട്ടി അടിച്ചു കൂട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത് വരവ്. അപ്പം ഷാജി കൈലാസിനെ പറ്റി പറയുകയാണെങ്കിൽ ലെജൻഡറി ഡയറക്ടറാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാജി കൈലാസ് ഡയറക്ഷൻ ചെയ്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ ആറാം തമ്പുരാനും നരസിംഹവുമാണ്. 2000-ലാണ് നരസിംഹം ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പടം പോലും ഗതി പിടിച്ചിട്ടില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ബ്രേക്കിന് ശേഷം കടുവയും കാപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഹണ്ട്, ഈ അവസാനം ഇറങ്ങിയത് ഹണ്ട്, ഇതെല്ലാം 8 നിലയെ പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ. പിന്നെ കടുവ എനിക്കൊന്ന് കുറച്ചും കണ്ട് ഓടി തോന്നി. എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. 2025 ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ആനി ചേച്ചി ഷാജിയണ്ണൻ്റെ വൈഫ് ആനി ചേച്ചിയുടെ കൂടെ കുറച്ച് മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊങ്കാല ഇടുന്നത് അണ്ണൻ്റെ പുതിയ പടം തുടങ്ങാൻ പോവാണ്, അതിനു വേണ്ടി അത് നല്ലൊരു ഹിറ്റ് ആവണേന്നൊക്കെ വേണ്ടി ആണ് പൊങ്കാല ഇടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ പടമാണ് ഈ പടം, അതായത് വരവ് എന്ന് പറയുന്നത്. ഹണ്ട് അതിന് മുന്നേ ഇറങ്ങിയ ഒരു ഗുണ്ടായിരുന്നു, ആരും കാണാത്ത ഗുണ്ട് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഹണ്ട്. അതിന് ശേഷം ഇറങ്ങുന്നതാണ് വരവ്. ഷാജി കൈലാസ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ഡയറക്ടർ തന്നെ, അത് സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ ഇതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴും ആ പുള്ളിക്കാരൻ, ഇപ്പം നമുക്കിവിടെ ലോകേഷ് ഉണ്ട്, തമിഴിൽ നിന്നൊക്കെ ലോകേഷ് ഉണ്ട്, നെൽസൺ ഉണ്ട്, അങ്ങനെ കുറേ കാർത്തിക് സുബ്ബരാജ്, അങ്ങനെ വലിയ നല്ല യുവാക്കളായിട്ടുള്ള വലിയ ഡയറക്ടർമാരുണ്ട്. അവരെടുക്കുന്ന സിനിമയും കണ്ടിട്ടുണ്ട്. പ്രശാന്ത് നീലൊക്കെ എടുക്കുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്ത് 2000-ൽ നരസിംഹം എൻ്റെ ഫേവറേറ്റ് സിനിമയിൽ ഒന്നാണ് ഷാജി കൈലാസ് ഡയറക്ഷൻ ചെയ്തത്, ആറാം തമ്പുരാനും. അതിനകത്ത് ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് ഏതെന്ന് വെച്ചാൽ നരസിംഹത്തിനകത്ത് ആ കമ്പനി കിടന്നൊരു ഫൈറ്റ് ഉണ്ട്, അത് ഒരു ഫയർ, ഒരു തീക്കകത്തൊക്കെ വെച്ചുള്ള, അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന ഷോട്ട് എല്ലാം എടുത്ത് നോക്കിയാൽ മതി. 6 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. സൂര്യ TV-ലൊന്നും ആ ഫൈറ്റ് കാണിക്കത്തില്ല. അത് തുടക്കം കാണിക്കും, അവസാനം കാണിക്കും. അതായത് 6 മിനിറ്റ് ഉള്ള ഒരു ഫൈറ്റും കൂടെ. അതേപോലെ ആറാം തമ്പുരാനകത്ത് അപ്പനോ എന്തോ കൊളപ്പുള്ളി അപ്പനോ അപ്പനെ കാണാൻ വരുമ്പോൾ മുറ്റത്ത് കിടന്നൊരു ഫൈറ്റ് ഉണ്ട്, അത് ചെയ്തു വെച്ചേക്കുന്നത്. ആ സമയം എന്ന് പറഞ്ഞാൽ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ തൊട്ട് ഡിജിറ്റൽ യുഗമൊന്നും അല്ല. എന്നിട്ട് പോലും ആ ഒരു ഫൈറ്റ് സീനും ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന, ഇപ്പോൾ ഇറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകൾ തമിഴിൽ എടുത്ത് നോക്കിയാലും ചേർത്ത് വെക്കാൻ പറ്റിയ ഫൈറ്റുകളാണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ പുള്ളിക്കാരന് ഗതി പിടിച്ചിട്ടില്ല. നരസിംഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വല്യേട്ടനും എനിക്ക് ഒന്ന് കുറച്ച് ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുടങ്ങി ഷാജിയണ്ണൻ്റെ കഷ്ടകാലം, ശിവൻ തൊട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്, താണ്ഡവം, അങ്ങനെയൊക്കെയുള്ള കുറേ പടങ്ങൾ, കൊട്ടിക്കോശിച്ച് ലാലേട്ടനുമായിട്ട് കുറേ പടം വന്നിട്ടുണ്ട്. അതെല്ലാം വെട്ടുതലെ പൊട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പം ലാസ്റ്റ് എലോൺ, ലാലേട്ടനുമായിട്ട് ചെയ്ത എലോൺ ആയാലും, പിന്നെ പുള്ളിക്കാരൻ്റെ ഷോട്ടുകൾ, ഈ സമയത്ത് എടുത്ത് വെച്ചേക്കുന്ന ഷോട്ടുകളായാലും, ഇപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന ഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ക്രോസ് ആയിട്ടൊക്കെ പോകുന്ന ഒരു ഫോട്ടോ എടുത്തായിട്ടൊക്കെ പോകുന്നത്, അതൊക്കെ ഏത് സമയത്ത് എടുത്തേക്കുന്ന ഷോട്ടാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഷോട്ടൊക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഈ ട്രെയിലറിൻ്റെ ഷോട്ടൊക്കെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈറ്റിൻ്റെ ജോർജിൻ്റെ ഫൈറ്റ് കാണുമ്പം ഇടിക്കുമ്പം അത് കമന്ന് കിടക്കുക, ചോര ഒലിപ്പിച്ചിട്ട്. എന്നിട്ട് ആ ഫൈറ്റൊന്നും ഇപ്പോഴേ അതുപോലത്തെ ഫൈറ്റൊന്നും ആവശ്യമില്ലാത്ത ഫൈറ്റാണ് ഈ വരവിൻ്റെ ട്രെയിലർ കണ്ടിട്ട്. ഇനി ജൂണിലാണ് ഇതിൻ്റെ റിലീസ്. എനിക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞിട്ട് ഷാജി കൈലാസിൻ്റെ എല്ലാ സിനിമയുടെയും കൂട്ട് ഒരു വരവും പോക്കും വരവിനകത്തൂടെ വരപോലെ ആവുമെന്നാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അതായത് ഇപ്പോഴും നരസിംഹം ആ സമയത്ത് ആറാം തമ്പുരാനും ആ സമയമൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ നല്ല ക്യാമറയ്ക്കകത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുക. അപ്പം ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഷാജി കൈലാസ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ നല്ലൊരു ആക്ഷൻ പടം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഷോട്ടുകൾ എടുക്കണം. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത ഷോട്ടുകൾ കയറ്റി സീന് വെറുതെ വേസ്റ്റാക്കി കളയാതെ. എന്ന് വെച്ചാൽ സീന് ഈ കടുവയ്ക്കകത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും, ആവശ്യമില്ലാതെ ഷോട്ടൊക്കെ ഉണ്ട്. ആ ലൈറ്റ് അടിപ്പിക്കുന്നൊക്കെ ഷോട്ടൊക്കെ എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. അതേപോലെ ആവശ്യമില്ലാത്ത ഷോട്ടൊക്കെ വെച്ചിട്ട് നല്ല ഷോട്ടൊക്കെ കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ലെജൻഡറി ഡയറക്ടർ തന്നെ, പക്ഷേ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കൊണ്ട് കളയുക, ഇതേപോലെ ആവശ്യമില്ലാത്ത പടത്തിനകത്തൊക്കെ കയറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പടം ഇറങ്ങിയിട്ട് ബാക്കി പറയാം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.